ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ടീ ബിസ്ക്കറ്റാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. നമുക്ക് ചായക്കൊപ്പം ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന 3 ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് വനസ്പതി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വനസ്പതിക്ക് പകരം നമുക്ക് ബട്ടർ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ, അതും അല്ലെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലേവർലെസ് ആയിട്ടുള്ള എഡിബിൾ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ, അത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും. കാരണം ബേക്കറിയിലൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ഓയിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവില്ല. വനസ്പതി ആയാലും മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഈ പേസ്റ്റിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് കടലമാവും 1/4 കപ്പ് മൈദയും. നിങ്ങൾ ആട്ട ബിസ്ക്കറ്റാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഈ മൈദക്ക് പകരം ആട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഈ മൈദയും ആട്ടയും എന്താണോ നിങ്ങൾ എടുക്കുന്നത് അതും ഈ നമ്മുടെ ആ പേസ്റ്റും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാർഡമം പൗഡർ, അതായത് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു കാരത്തിൻ്റെ ആ ഒരു സോപ്പിൻ്റെ ഒക്കെ വരുന്ന ഒരു ചുവ വരും. അപ്പോൾ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് കുഴച്ച് ഒന്ന് മയപ്പെടുത്തിയെടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ പത്തിരിയുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴക്കുന്ന പോലെ ഒന്ന് ചെറുതായി ഒന്ന് കുഴച്ചെടുക്കുക. അത്രയും കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഒരു ഡോ തന്നെ 3 പാർട്ടാക്കി മാറ്റിയിട്ടാണ് നമ്മൾ 3 തരം ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് 3 പാർട്ടായിട്ട് നമുക്കൊരു 3 ബൗളിലേക്ക് മാറ്റാം. ഒരു 3-1 പോർഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ബൗളിൽ തന്നെ വെക്കാം. ബാക്കി 2 പോർഷന് വേറെ 2 ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു പോർഷനിലേക്ക് ഞാൻ സ്ട്രോബെറിയുടെ എമൽഷൻ ചേർത്ത് കൊടുക്കുകയാണ്. എമൽഷൻ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ കളറും ഫ്ലേവറും ഒരുമിച്ച് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എമൽഷൻ ചേർത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അത്രയും നമുക്ക് ഈ ഒരു 3-1 പോർഷനിലേക്ക് ആവശ്യം വരികയുള്ളൂ. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പോർഷനകത്തേക്ക് ഞാൻ പിസ്തയുടെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ സെയിം സാധനം തന്നെ, പിസ്തയുടെ ഒരു എസൻസ്, പിസ്ത ഇലാച്ചി വരുന്ന അത് ചേർത്തിട്ടുണ്ട്. മൂന്നാമത്തത് ഞാൻ അങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് പുറത്തെടുത്തതാണിപ്പോൾ അത്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നമുക്കിത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ബോളാക്കി മാറ്റിയാൽ മതി, പരത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് സ്വമേധയാ ബേക്കായിട്ട് വരുമ്പോൾ ഒന്ന് ഫ്ലാറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അധികം ഫ്ലാറ്റായിട്ടാണ് ഉണ്ടാവുക. ബിസ്ക്കറ്റിൻ്റെ മോൾഡ് എങ്ങനെയാണുള്ളതെന്ന് ഞാൻ ബേക്കേഴ്സിൻ്റെ ആ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ബോളാക്കി വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ പിസ്തയുടെ ഫ്ലേവർ വന്നതിൻ്റെ മുകളിലേക്ക് 2 പീസ് ചെറിയ പിസ്തയുടെ 2 പീസ് വെച്ചിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ളതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബ്ലാക്ക് എള്ളാണ് വെച്ചിട്ടുള്ളത്, സെസമേ സീഡ്സ്. പിന്നെ നമ്മൾ സ്ട്രോബെറിയുടെ ഇട്ടതിൻ്റെ മുകളിലേക്ക് ചെറിയ പീസ് ചെറി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഓവനില്ലാതെ നമ്മൾ നേരത്തെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ ഒരു പാത്രത്തിനകത്തേക്ക് മണലിട്ട് അത് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കിയെടുത്തതാണ്. അതിൻ്റെ മുകളിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാനിനി ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാണ്. ഓവനിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്കിംഗ് ടൈം വരുന്നത്. 20 മിനിറ്റിലായിട്ടില്ലെങ്കിൽ 25 മിനിറ്റ് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം വെച്ചത് ബേക്കായിട്ടുണ്ട്, അത് ഞാൻ ഓൾറെഡി എടുത്തു. ഇത് പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ വീണ്ടും ഇതിനകത്ത് വെച്ചതാണ്. 15 മിനിറ്റ് തന്നെ മതി നമ്മൾ ഇങ്ങനെ മണൽ വെച്ച് ചെയ്യാൻ വന്ന സമയത്ത്. പിന്നെ ഇത് നമ്മൾ ഈ 15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക.
അപ്പോൾ അതൊരു 5 മിനിറ്റ് സമയം ഒന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഹാർഡായിട്ട് കിട്ടും. അതിന് ശേഷം ഇതുപോലെ നമ്മൾ ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതി. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ഫ്ലേവറും ടേസ്റ്റും തന്നെയാണ് ഇതിനുണ്ടാവുക. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്താലും ഓവനില്ലാതെ ബേക്ക് ചെയ്താലും ഒന്നും നമുക്കതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സെയിം ഒരേ എഫക്റ്റും അതുപോലെ തന്നെ ഒരേ ടേസ്റ്റും ഒക്കെ തന്നെയാണ് കിട്ടുന്നത്. ഓവനിലാകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണം, അത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. ഓവനില്ലാതാണ് നമുക്ക് കുറച്ച് സമയത്ത് ബേക്ക് ചെയ്യാനായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ഡോ വെച്ചിട്ട് നിങ്ങൾക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള 2 ഡസൻ, അതായത് 24 ബിസ്ക്കറ്റ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ബിസ്ക്കറ്റ് തന്നെയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.